റിയൽ 25 മലയാളം ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. LGS മെയിൻ പരീക്ഷയ്ക്ക് 2018 ചോദിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. 1. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? എ. ബാംഗ്ലൂരു, ബി. ഷൊർണൂർ, സി. മധുര, ഡി. ചെന്നൈ. ഉത്തരം ഓപ്ഷൻ ഡി, ചെന്നൈ. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനമാണ് ചെന്നൈ. 2. പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗമായ കേരളത്തിലെ സ്ഥലം. എ. പയ്യന്നൂർ, ബി. തലശ്ശേരി, സി. മാഹി, ഡി. വടകര. ഉത്തരം ഓപ്ഷൻ സി, മാഹി. പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗമായ കേരളത്തിലെ സ്ഥലമാണ് മാഹി. 3. ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി ഏതാണ്? എ. യമുന, ബി. ബ്രഹ്മപുത്ര, സി. കാവേരി, ഡി. സിന്ധു. ഉത്തരം ഓപ്ഷൻ ബി, ബ്രഹ്മപുത്ര. ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദിയാണ് ബ്രഹ്മപുത്ര. 4. ഭാരതത്തിൻ്റെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ച വർഷം. എ. 2006 നവംബർ, ബി. 2004 നവംബർ, സി. 2008 നവംബർ, ഡി. 2007 നവംബർ. ഉത്തരം ഓപ്ഷൻ സി ആണ്, 2008 നവംബർ. ഭാരതത്തിൻ്റെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ച വർഷമാണ് 2008 നവംബർ. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? എ. ഉത്തരായന രേഖ, ബി. ദക്ഷിണായന രേഖ, സി. ഭൂമധ്യരേഖ, ഡി. ഇവയൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഉത്തരായന രേഖ. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. 6. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏതാണ്? എ. കൃഷ്ണ, ബി. താപ്തി, സി. കാവേരി, ഡി. നർമ്മദ. ഉത്തരം ഓപ്ഷൻ ഡി, നർമ്മദ. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദിയാണ് നർമ്മദ. 7. ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? എ. ഉത്തർപ്രദേശ്, ബി. ഹരിയാന, സി. പശ്ചിമ ബംഗാൾ, ഡി. പഞ്ചാബ്. ഉത്തരം ഓപ്ഷൻ എ, ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 8. മധ്യപ്രദേശിലെ പന്ന ഖനികൾ എന്തിൻ്റെ ഉൽപ്പാദനത്തിനാണ് പ്രസിദ്ധം? എ. വജ്രം, ബി. കൽക്കരി, സി. ഗ്രാഫൈറ്റ്, ഡി. ബോക്സൈറ്റ്. ഉത്തരം ഓപ്ഷൻ എ, വജ്രം. മധ്യപ്രദേശിലെ പന്ന ഖനികൾ എന്തിൻ്റെ ഉൽപ്പാദനത്തിനാണ് പ്രസിദ്ധം? വജ്രം. 9. ഒരു ധാതു അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണം. എ. ചണ വ്യവസായം, ബി. രാസവള വ്യവസായം, സി. പഞ്ചസാര വ്യവസായം, ഡി. കടലാസ് വ്യവസായം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, രാസവള വ്യവസായം. ഒരു ധാതു അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണമാണ് രാസവള വ്യവസായം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? എ. വിനോബ ഭാവെ, ബി. ബാലഗംഗാധര തിലക്, സി. ഗോപാലകൃഷ്ണ ഗോഖലെ, ഡി. ഇവരാരുമല്ല. ഉത്തരം ഓപ്ഷൻ സി, ഗോപാലകൃഷ്ണ ഗോഖലെ. 10. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. 11. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം. എ. ലാഹോർ സമ്മേളനം, ബി. സൂററ്റ് സമ്മേളനം, സി. കൊൽക്കത്ത സമ്മേളനം, ഡി. മുംബൈ സമ്മേളനം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മുംബൈ സമ്മേളനം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് മുംബൈ സമ്മേളനം. 12. അഖിലേന്ത്യാ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് എവിടെ? എ. കൊൽക്കത്ത, ബി. കറാച്ചി, സി. ധാക്ക, ഡി. ലാഹോർ. ഉത്തരം ഓപ്ഷൻ സി, ധാക്ക. അഖിലേന്ത്യാ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് ധാക്കയിലാണ്. 13. ബർദോളി സത്യാഗ്രഹത്തിൻ്റെ നായകൻ. എ. സർദാർ വല്ലഭായ് പട്ടേൽ, ബി. ബാലഗംഗാധര തിലക്, സി. സുഭാഷ് ചന്ദ്രബോസ്, ഡി. ഗാന്ധിജി. ഉത്തരം ഓപ്ഷൻ എ, സർദാർ വല്ലഭായ് പട്ടേൽ. ബർദോളി സത്യാഗ്രഹത്തിൻ്റെ നായകനാണ് സർദാർ വല്ലഭായ് പട്ടേൽ. 14. ബാലഗംഗാധര തിലകൻ മറാത്തി ഭാഷയിൽ ആരംഭിച്ച പത്രം. എ. യങ് ഇന്ത്യ, ബി. മറാത്ത, സി. ഇന്ത്യൻ ഒപ്പീനിയൻ, ഡി. കേസരി. ഉത്തരം ഓപ്ഷൻ ഡി, കേസരി. ബാലഗംഗാധര തിലക് മറാത്തി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് കേസരി. 15.
ഗദ്ദർ പാർട്ടി രൂപീകരിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? എ. ഭഗത് സിംഗ്, ബി. ലാല ഹർദയാൽ, സി. ഖുദ്റാം ബോസ്, ടി. ചന്ദ്രശേഖർ ആസാദ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ലാല ഹർദയാൽ. ഗദ്ദർ പാർട്ടി രൂപീകരിച്ചത് ലാല ഹർദയാലാണ്. 16. 1961 സൈനിക നീക്കത്തിലൂടെ ഗോവ മോചിപ്പിച്ചപ്പോൾ പ്രതിരോധ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി ആരായിരുന്നു? എ. ടി. കൃഷ്ണമാചാരി, ബി. വി. കെ. കൃഷ്ണമേനോൻ, സി. വി. പി. മേനോൻ, ഡി. കെ. എം. മുൻഷി. ഉത്തരം ഓപ്ഷൻ ബി ആണ്, വി. കെ. കൃഷ്ണമേനോൻ. 1961 സൈനിക നീക്കത്തിലൂടെ ഗോവ മോചിപ്പിച്ചപ്പോൾ പ്രതിരോധ വകുപ്പിൻ്റെ ചുമതല വി. കെ. കൃഷ്ണമേനോനായിരുന്നു. 17. ദുർഗേശ നന്ദിനി എന്ന ചരിത്ര നോവൽ എഴുതിയതാര്? എ. ബങ്കിം ചന്ദ്ര ചാറ്റർജി, ബി. രവീന്ദ്രനാഥ ടാഗോർ, സി. അരവിന്ദ ഘോഷ്, ഡി. തൃപ്തി ദേശായി. ഉത്തരം ഓപ്ഷൻ എ, ബങ്കിം ചന്ദ്ര ചാറ്റർജി. ദുർഗേശ നന്ദിനി എന്ന ചരിത്ര നോവൽ എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. 18. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശ് നിലവിൽ വന്ന വർഷം? എ. 1956, ബി. 1957, സി. 1953, ടി. 1955. ഉത്തരം ഓപ്ഷൻ എ, 1956. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശ് നിലവിൽ വന്നത് 1956. 19. ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം? എ. ലക്നൗ, ബി. നോയിഡ, സി. അലഹബാദ്, ഡി. കാൺപൂർ. ഉത്തരം ഓപ്ഷൻ ബി, നോയിഡ. ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം നോയിഡ. 20. രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല? എ. കൃഷി, ബി. ജലസേചനം, സി. ആരോഗ്യം, ഡി. വ്യവസായം. ഉത്തരം ഓപ്ഷൻ ഡി, വ്യവസായം. 21. മലയാള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആരാണ്? എ. ഡി. ബാബു പോൾ, ബി. നാൻസി ജോസഫ്, സി. കെ. ജയകുമാർ, ഡി. കെ. എൻ. പണിക്കർ. ഉത്തരം ഓപ്ഷൻ സി, കെ. ജയകുമാർ. മലയാള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലറാണ് കെ. ജയകുമാർ. 22. വേലുത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട് പ്രസിദ്ധമായ സ്ഥലം? എ. കുണ്ടറ, ബി. മണ്ണടി, സി. പത്മനാഭപുരം, ഡി. കുമാരപുരം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, മണ്ണടി. വേലുത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട് പ്രസിദ്ധമായ സ്ഥലമാണ് മണ്ണടി. സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? എ. 1972, ബി. 1978, സി. 1976, ഡി. 1984. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1984. സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷമാണ് 1984. 24. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? എ. കൊല്ലം, ബി. കണ്ണൂർ, സി. വയനാട്, ഡി. പാലക്കാട്. ഉത്തരം ഓപ്ഷൻ സി ആണ്, വയനാട്. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് വയനാട്. ശെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? എ. പാലക്കാട്, ബി. കൊല്ലം, സി. തിരുവനന്തപുരം, ഡി. ഇടുക്കി. ഉത്തരം ഓപ്ഷൻ ബി, കൊല്ലം. ശെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കൊല്ലം. മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? എ. കുറ്റ്യാടി, ബി. നല്ലളം, സി. മലമ്പുഴ, ഡി. പാത്രക്കടവ്. ഉത്തരം ഓപ്ഷൻ എ, കുറ്റ്യാടി. മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി. 27. തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏത്? എ. പെരിയാർ, ബി. ഭാരതപ്പുഴ, സി. നെയ്യാർ, ഡി. അച്ചൻകോവിൽ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഭാരതപ്പുഴ. തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഭാരതപ്പുഴ. 29. സർവ വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ആര്? എ. ശ്രീനാരായണ ഗുരു, ബി. സ്വാമി വിവേകാനന്ദൻ, സി. ബാഗ്ഭടൻ, ടി. ചട്ടമ്പി സ്വാമികൾ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ചട്ടമ്പി സ്വാമികൾ. സർവ വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികൾ. 30. മിശ്രഭോജനം നടത്തിയതിന് നേതൃത്വം നൽകിയ മഹാൻ ആര്? എ. അയ്യങ്കാളി, ബി. ശ്രീനാരായണ ഗുരു, സി. സഹോദരൻ അയ്യപ്പൻ, ഡി. കുമാര ഗുരുദേവൻ.
ഉത്തരം ഓപ്ഷൻ സി ആണ് സഹോദരൻ അയ്യപ്പൻ. മിശ്രഭോജനം നടത്തിയതിന് നേതൃത്വം നൽകിയ മഹാനാണ് സഹോദരൻ അയ്യപ്പൻ. 31. ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര്? എ. അൽഫോൻസാമ്മ, ബി. ജി. ശങ്കരക്കുറുപ്പ്, സി. ശ്രീനാരായണ ഗുരു, ഡി. കുമാരനാശാൻ. ഉത്തരം ഓപ്ഷൻ സി ആണ് ശ്രീനാരായണ ഗുരു. ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. 32. കേരളത്തിൽ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക് ഏത്? എ. കുന്നത്തൂർ, ബി. കാട്ടാക്കട, സി. വർക്കല, ഡി. അമ്പലപ്പുഴ. ഉത്തരം ഓപ്ഷൻ എ കുന്നത്തൂർ. കേരളത്തിൽ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്കാണ് കുന്നത്തൂർ. 33. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഇന്ത്യൻ താരം? എ. അഞ്ജു ബോബി ജോർജ്, ബി. പി. ടി. ഉഷ, സി. എം. ഡി. വത്സമ്മ, ഡി. ടിൻഡു ലൂക്കോ. ഉത്തരം ഓപ്ഷൻ എ ആണ് അഞ്ജു ബോബി ജോർജ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഏക ഇന്ത്യൻ താരമാണ് അഞ്ജു ബോബി ജോർജ്. 34. വി. ടി. ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം? എ. നായർ, ബി. ഈഴവ, സി. നമ്പൂതിരി, ടി. ഹരിജനങ്ങൾ. ഉത്തരം ഓപ്ഷൻ സി ആണ് നമ്പൂതിരി. വി. ടി. ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായമാണ് നമ്പൂതിരി. 35. ഗാന്ധിജി വൈക്കത്ത് എത്തിയ വർഷം? എ. 1924, ബി. 1925, സി. 1930, ഡി. 1926. ഉത്തരം ഓപ്ഷൻ ബി ആണ് 1925. ഗാന്ധിജി വൈക്കത്തെത്തിയ വർഷം 1925. 36. കേരള ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? എ. ഐ. കെ. കുമാരൻ, ബി. കെ. കേളപ്പൻ, സി. സി. കേശവൻ, ഡി. എ. കെ. ഗോപാലൻ. ഉത്തരം ഓപ്ഷൻ ബി ആണ് കെ. കേളപ്പൻ. കേരള ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് കെ. കേളപ്പനാണ്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ മഹാൻ ആരാണ്? എ. കെ. കേളപ്പൻ, ബി. സി. കൃഷ്ണപിള്ള, സി. സി. കേശവൻ, ഡി. മന്നത്ത് പത്മനാഭൻ. ഉത്തരം ഓപ്ഷൻ ഡി ആണ് മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ. 38. ആരുടെ നേതൃത്വത്തിലാണ് ഹോം റൂൾ ലീഗിൻ്റെ ഒരു ശാഖ 1916 മലബാറിൽ ആരംഭിച്ചത്? എ. കെ. പി. കേശവമേനോൻ, ബി. വിജയ രാഘവനാചാരി, സി. സി. കേശവൻ, ഡി. ആനി ബസന്റ്. ഉത്തരം ഓപ്ഷൻ എ ആണ് കെ. പി. കേശവമേനോൻ. ആരുടെ നേതൃത്വത്തിലാണ് ഹോം റൂൾ ലീഗിൻ്റെ ഒരു ശാഖ 1916 മലബാറിൽ ആരംഭിച്ചത്? കെ. പി. കേശവമേനോൻ. 39. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അമരാവതി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച മലയാളി ആര്? എ. സി. ശങ്കരൻ നായർ, ബി. കെ. കേളപ്പൻ, സി. ടി. പ്രകാശം, ഡി. സി. അച്യുതൻ. ഉത്തരം ഓപ്ഷൻ എ സി. ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അമരാവതി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് സി. ശങ്കരൻ നായർ. 40. അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എ. തോന്നയ്ക്കൽ, ബി. കാട്ടാക്കട, സി. കുമാരപുരം, ഡി. വെങ്ങാനൂർ. ഉത്തരം ഓപ്ഷൻ ഡി വെങ്ങാനൂർ. അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വെങ്ങാനൂരാണ്. 41. ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് എന്നാണ്? എ. 2004 ജനുവരി 26, ബി. 2006 ജനുവരി 26, സി. 2001 ജനുവരി 26, ഡി. 2002 ജനുവരി 26. ഉത്തരം ഓപ്ഷൻ ഡി ആണ് 2002 ജനുവരി 26. ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് 2002 ജനുവരി 26. 42. കണക്റ്റിംഗ് ഇന്ത്യ താഴെ പറയുന്നവയിൽ ഏതിൻ്റെ മുദ്രാവാക്യമാണ്? എ. ഇന്ത്യൻ റെയിൽവേ, ബി. BSNL, സി. എയർ ഇന്ത്യ, ഡി. പ്രസാർ ഭാരതി. ഉത്തരം ഓപ്ഷൻ ബി BSNL. കണക്റ്റിംഗ് ഇന്ത്യ താഴെ പറയുന്നവയിൽ ഏതിൻ്റെ മുദ്രാവാക്യമാണ്? BSNL. ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയഗാനമായി അംഗീകരിച്ചത് എന്നാണ്? എ. 1950 ജനുവരി 26, ബി. 1951 ജനുവരി 26, സി. 1950 ജനുവരി 24,
ഡി 1951 ജനുവരി 24. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1950 ജനുവരി 24. ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് 1950 ജനുവരി 24-നാണ്. 44. മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം ഏത്? എ ഭാഗം 2, ബി ഭാഗം 3, സി ഭാഗം 1, ഡി ഭാഗം 4. ഉത്തരം ഓപ്ഷൻ ബി ഭാഗം 3. മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം 3. 45. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? എ 44-ാം ഭേദഗതി, ബി 38-ാം ഭേദഗതി, സി 42-ാം ഭേദഗതി, ഡി 45-ാം ഭേദഗതി. ഉത്തരം ഓപ്ഷൻ സി ആണ്. 42-ാം ഭേദഗതി. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് 42-ാം ഭേദഗതി. 46. ഇന്ത്യയിൽ മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? എ 6, ബി 4, സി 8, ഡി 5. ഉത്തരം ഓപ്ഷൻ എ 6. ഇന്ത്യയിൽ മൗലികാവകാശങ്ങളുടെ എണ്ണം 6. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആര്? എ രാഷ്ട്രപതി, ബി ലോക്സഭാ സ്പീക്കർ, സി പ്രധാനമന്ത്രി, ഡി ഗവർണർ. ഉത്തരം ഓപ്ഷൻ എ രാഷ്ട്രപതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. 49. ഇന്ത്യയിൽ ലോകസഭാംഗമായി തിരഞ്ഞെടുക്കുവാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? എ 21, ബി 25, സി 30, ഡി 35. ഉത്തരം ഓപ്ഷൻ ബി 25. ഇന്ത്യയിൽ ലോകസഭാംഗമായി തിരഞ്ഞെടുക്കുവാനുള്ള കുറഞ്ഞ പ്രായമാണ് 25 വയസ്സ്. 50. ഏത് ഭാഷയിലാണ് വന്ദേമാതരം രചിക്കപ്പെട്ടിരിക്കുന്നത്? എ സംസ്കൃതം, ബി ഹിന്ദി, സി ബംഗാളി, ഡി ഉറുദു. ഉത്തരം ഓപ്ഷൻ സി ആണ്. ബംഗാളി. ഏത് ഭാഷയിലാണ് വന്ദേമാതരം രചിക്കപ്പെട്ടിരിക്കുന്നത്? ബംഗാളി. ദക്ഷിണേന്ത്യൻ രാജ്യങ്ങൾക്കുള്ള സമ്മാനമായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? എ ജിസാറ്റ് 7, ബി ജിസാറ്റ് 8, സി ജിസാറ്റ് 9, ഡി ജിസാറ്റ് 12. ഉത്തരം ഓപ്ഷൻ സി ജിസാറ്റ് 9. ദക്ഷിണേന്ത്യൻ രാജ്യങ്ങൾക്കുള്ള സമ്മാനമായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് ജിസാറ്റ് 9. 52. 2015-16 വർഷത്തെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയ ജില്ലാ പഞ്ചായത്ത് ഏതാണ്? എ കൊല്ലം, ബി തിരുവനന്തപുരം, സി മലപ്പുറം, ഡി കോട്ടയം. ഉത്തരം ഓപ്ഷൻ എ കൊല്ലം. 2015-16 വർഷത്തെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയ ജില്ലാ പഞ്ചായത്താണ് കൊല്ലം. 55. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? എ പി ടി തോമസ്, ബി ജോർജ് കുര്യൻ, സി പി സി ചാക്കോ, ഡി അൽഫോൺസ് കണ്ണന്താനം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ജോർജ് കുര്യൻ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് ജോർജ് കുര്യൻ. 56. 2017 പ്രഥമ ONV പുരസ്കാര ജേതാവ് ആരാണ്? എ സി രാധാകൃഷ്ണൻ, ബി സുഗതകുമാരി, സി ശ്രീകുമാരൻ തമ്പി, ഡി സാറ ജോസഫ്. ഉത്തരം ഓപ്ഷൻ ബി സുഗതകുമാരി. 2017 പ്രഥമ ONV പുരസ്കാര ജേതാവാണ് സുഗതകുമാരി. 59. സർക്കാർ ആശുപത്രികളുടെ നവീകരണത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? എ ലൈഫ്, ബി സ്നേഹപൂർവം, സി ആർദ്രം, ഡി താലോലം. ഉത്തരം ഓപ്ഷൻ സി ആണ്. ആർദ്രം. സർക്കാർ ആശുപത്രികളുടെ നവീകരണത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ആർദ്രം. 2017 അണ്ടർ 17 ഫുട്ബോൾ വേൾഡ് കപ്പിന് വേദിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന രാജ്യമാണ് ഇന്ത്യ, ജപ്പാൻ, ബ്രസീൽ, ഇറ്റലി. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഇന്ത്യ. 2017 അണ്ടർ 17 ഫുട്ബോൾ വേദി ഇന്ത്യയായിരുന്നു. 61. സസ്യങ്ങളിലെ ശ്വസന വാതകം എ CO2, ബി H2O, സി O2, ഡി N2. ഉത്തരം ഓപ്ഷൻ സി O2. സസ്യങ്ങളിലെ ശ്വസനവാതകമാണ് O2. 62. ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്നും പോഷണം നടത്തുന്ന സസ്യം എ മോണോട്രോപ്പ്, ബി ഹെറ്ററോട്രോപ്പ്, സി മോണോസൈറ്റ്, ഡി ഫാഗോസൈറ്റ്. ഉത്തരം ഓപ്ഷൻ എ മോണോട്രോപ്പ്. ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്നും പോഷണം നടത്തുന്ന സസ്യമാണ് മോണോട്രോപ്പ്. 63. സങ്കരയിനം വെണ്ട ഏത്? എ അക്ഷയ, ബി ഹരിത,
സി സൽകീർത്തി, ഡി അന്നപൂർണ. ഉത്തരം ഓപ്ഷൻ സി ആണ്, സൽകീർത്തി. സങ്കരയിനം വെണ്ടയാണ് സൽകീർത്തി. 64. റൈസോബിയം ബാക്ടീരിയ കാണപ്പെടുന്ന സസ്യ ഇനം. എ പാവൽ, ബി വഴുതന, സി നെല്ല്, ഡി മുതിര. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മുതിര. റൈസോബിയം ബാക്ടീരിയ കാണപ്പെടുന്ന സസ്യ ഇനമാണ് മുതിര. 65. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ. എ വിറ്റാമിൻ എ, ബി വിറ്റാമിൻ ഡി, സി വിറ്റാമിൻ കെ, ഡി വിറ്റാമിൻ സി. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വിറ്റാമിൻ സി. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. സസ്യങ്ങളുടെ വേര്, ഇല, തണ്ട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന രീതി. എ ലൈംഗിക പ്രത്യുൽപാദനം, ബി പതിവയ്ക്കൽ, സി കായിക പ്രജനനം, ഡി മുകുളനം. ഉത്തരം ഓപ്ഷൻ സി ആണ്, കായിക പ്രജനനം. സസ്യങ്ങളുടെ വേര്, ഇല, തണ്ട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന രീതി കായിക പ്രജനനം. മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജനാവയവമാണ്. എ വൃക്ക, ബി ത്വക്ക്, സി കരൾ, ഡി മൂത്രാശയം. ഉത്തരം ഓപ്ഷൻ എ വൃക്ക. 67. മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജന അവയവമാണ് വൃക്ക. 68. ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വച്ചാണ് ആഹാരത്തിൻ്റെ ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത്? എ ആമാശയം, ബി ചെറുകുടൽ, സി വൻകുടൽ, ഡി വായ. ഉത്തരം ഓപ്ഷൻ ബി ചെറുകുടൽ. ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വച്ചാണ് ആഹാരത്തിൻ്റെ ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത്? ചെറുകുടൽ. 69. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? എ തൃശ്ശൂർ, ബി ആലപ്പുഴ, സി കാസർഗോഡ്, ഡി കോട്ടയം. ഉത്തരം ഓപ്ഷൻ സി ആണ്, കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. 70. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണം. എ ഇരുമ്പ്, ബി സോഡിയം, സി കാൽസ്യം, ഡി അയഡിൻ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, സോഡിയം. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണമാണ് സോഡിയം. 71. മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട തൃകങ്ങൾ എന്ന ആശയം മുന്നോട്ട് വച്ച ശാസ്ത്രജ്ഞൻ ആര്? എ മോസ്ലി, ബി ന്യൂലാൻഡ്സ്, സി ഡോബറൈനർ, ഡി മെൻഡലിയഫ്. ഉത്തരം ഓപ്ഷൻ സി ഡോബറൈനർ. മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട തൃകങ്ങൾ എന്ന ആശയം മുന്നോട്ട് വച്ച ശാസ്ത്രജ്ഞനാണ് ഡോബറൈനർ. 72. ബലത്തിൻ്റെ യൂണിറ്റ് എന്ത്? എ വാട്ട്, ബി ന്യൂട്ടൺ, സി ഹെർട്സ്, ഡി ജൂൾ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ന്യൂട്ടൺ. ബലത്തിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ. 73. ഇരുമ്പിൻ്റെ അയിര് ഏത്? എ ഹേമറ്റൈറ്റ്, ബി ബോക്സൈറ്റ്, സി ഇൽമനൈറ്റ്, ഡി മോണോസൈറ്റ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഹേമറ്റൈറ്റ്. ഇരുമ്പിൻ്റെ അയിരാണ് ഹേമറ്റൈറ്റ്. 74. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം. എ ബുധൻ, ബി ഭൂമി, സി ചൊവ്വ, ഡി വ്യാഴം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വ്യാഴം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. 75. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം ഏത്? എ ന്യൂട്രോൺ, ബി പ്രോട്ടോൺ, സി ഇലക്ട്രോൺ, ഡി ന്യൂട്രിനോ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, പ്രോട്ടോൺ. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. 76. ഓക്സിജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. എ ജോസഫ് പ്രീസ്റ്റ്ലി, ബി ഹെൻറി കാവൻഡിഷ്, സി കാൾ ഷിലെ, ഡി റൂദർഫോർഡ്. ഉത്തരം ഓപ്ഷൻ എ ജോസഫ് പ്രീസ്റ്റ്ലി. ഓക്സിജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ജോസഫ് പ്രീസ്റ്റ്ലി. 77. പ്രാഥമിക വർണ്ണമല്ലാത്തത് ഏത്? എ ചുമപ്പ്, ബി നീല, സി മഞ്ഞ, ഡി പച്ച. ഉത്തരം ഓപ്ഷൻ സി മഞ്ഞ. പ്രാഥമിക വർണ്ണമല്ലാത്തത് മഞ്ഞയാണ്. 78. സാധാരണ ഊഷ്മാവിൽ വായുവിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗം എത്ര? എ 500 മീറ്റർ പെർ സെക്കൻഡ്, ബി 750 മീറ്റർ പെർ സെക്കൻഡ്, സി 340 മീറ്റർ പെർ സെക്കൻഡ്, ഡി 1435 മീറ്റർ പെർ സെക്കൻഡ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, 340 മീറ്റർ പെർ സെക്കൻഡ്. സാധാരണ ഊഷ്മാവിൽ വായുവിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗമാണ് 340 മീറ്റർ പെർ സെക്കൻഡ്. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിൻ്റെ അളവ്. എ താപം, ബി താപനില, സി വ്യാപനം, ഡി മർദ്ദം. ഉത്തരം ഓപ്ഷൻ എ താപം. 79. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിൻ്റെ അളവാണ് താപം. 80. രാസോർജം വൈദ്യുതോർജമാക്കുന്ന ഒരു ഉപകരണം ഏത്? എ മോട്ടോർ,
ബി ജനറേറ്റർ, സി ബാറ്ററി, ഡി ബൾബ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ബാറ്ററി. രാസോർജം വൈദ്യുതോർജ്ജമാക്കുന്ന ഒരു ഉപകരണമാണ് ബാറ്ററി. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.